മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല. നടൻ ബാലയുടെ 2 വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിരുന്നു. ഗായിക അമൃത സുരേഷിനെയായിരുന്നു ബാലയുടെ ആദ്യത്തെ ഭാര്യ. എന്നാൽ 4 വർഷത്തിനടുത്ത് ഒരുമിച്ച് ജീവിച്ച ശേഷം ഇരുവരും വേർപിരിഞ്ഞു എന്നതാണ് സത്യം. ആ ബന്ധത്തിൽ അവന്തിക എന്നൊരു മകളും ബാലയ്ക്കുണ്ട്. ബന്ധം വേർപെടുത്തിയപ്പോൾ അവന്തികയുടെ സംരക്ഷണം അമൃത സുരേഷ് ഏറ്റെടുക്കുകയായിരുന്നു. ബാലയുടെ ജീവിത പങ്കാളിയായപ്പോൾ മുതൽ ഡോക്ടറായ എലിസബത്ത് ഉദയനെ മലയാളികൾക്ക് പരിചയം. അമൃത സുരേഷുമായി ബന്ധം വേർപെടുത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നതും. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. അടുത്തിടെ കരൾ രോഗവുമായി ബന്ധപ്പെട്ട ബാല ഗുരുതരമായ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും എലിസബത്തായിരുന്നു എല്ലാ സഹായങ്ങൾക്കും ബാലയോടൊപ്പം നിന്നത്. എന്നാൽ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല എന്നതാണ് സത്യം. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വിട്ടു പറയാൻ ബാലയും തയ്യാറായിരുന്നില്ല. എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്തേതോ സംസ്ഥാനത്ത് ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. അടുത്തിടെ അവധിക്കായി നാട്ടിലെത്തിയിരുന്നു എലിസബത്ത്. പക്ഷേ ബാലയെ കാണാൻ എലിസബത്ത് പോയില്ല. താരപത്നിയുടെ അവധി ആഘോഷം മുഴുവൻ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു. ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേരാണ് കമൻറ്റ് ബോക്സിലെത്തിയതെങ്കിലും എലിസബത്ത് ഇതിനോടൊന്നും പ്രതികരിച്ചുമില്ല. ഇപ്പോഴിതാ എലിസബത്ത് സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തന്നെക്കുറിച്ച് മുൻമുതികളോടെ ചിലർ എഴുതിയ കമൻറ്റുകളോടാണ് പുതിയ വീഡിയോ. അത്ര സന്തോഷത്തിലായിരുന്നില്ല ഞാൻ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ വരായിരുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നതും. ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ഏറ്റവും ഒടുവിൽ ഇട്ടതും. ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തൊരു സംഭവമാണത്. ഒപ്പമുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. ഒരാളിപ്പോൾ വളരെ ഡിപ്രഷനിലാണ്, നമ്മളത് കാര്യമാക്കില്ല. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. സൂയിസൈഡ് റേറ്റും ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നും എലിസബത്ത് പറയുന്നു. അതിന് പിന്നാലെയാണ് രസകരമായൊരു കമൻറ്റ്. ഈ പറയുന്ന ഡോക്ടർ എലിസബത്തും ഇപ്പോൾ ഡിപ്രഷനിലല്ലേ, നിങ്ങൾ വൈകാതെ ആത്മഹത്യ ചെയ്യില്ലേ എന്നിങ്ങനെയാണ് ഒരുത്തൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമൻറ്റിനോടാണ് എലിസബത്ത് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? ആ കമൻറ്റ് ഇട്ട ആളെ എനിക്കറിയില്ല, പക്ഷേ എന്നിട്ടും അയാൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതും എന്നെനിക്കറിയില്ല. ഞാൻ അയാൾക്കൊരു ശല്യവും ചെയ്തിട്ടില്ലെന്നും എലിസബത്ത് പറയുന്നു.